ചെയ്ത് ഹോം ലോൺ എടുക്കല്ലേ? ഇതൊക്കെ ശ്രദ്ധിക്കണം. 2026 ആയിട്ടും കേരളത്തിൽ ഹോം ലോൺ എടുക്കുമ്പോഴും തീരുമാനിക്കുമ്പോഴും നാം പലപ്പോഴും ശ്രദ്ധിക്കാതെ പോകുന്ന സാധാരണ മിസ്റ്റേക്കുകളാണ് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. ഒന്നാമത്തെ കാര്യമാണ് ക്രെഡിറ്റ് സ്കോർ പരിശോധിക്കാത്തത്. പരിശോധിച്ചില്ലെങ്കിൽ നമ്മുടെ അഫോർഡബിലിറ്റി എത്രയാണെന്ന് അറിയാൻ സാധിക്കുകയില്ല. ഇതിനെക്കുറിച്ച് ഒരു അവെയർ ആവുകയുമില്ല. പിന്നെ ബാങ്ക് തരുന്ന അധികം തുക മുഴുവനായി എടുക്കുന്നത് നമുക്ക് അഫോർഡബിൾ ആണോ എന്നൊന്നും കണക്ക് കൂട്ടാതെ ചെന്ന് വലയിലാവുന്ന പരിപാടി. ആൻഡ് ലോണിന്റെ പലിശ നിരക്കിലും ചെലവുകളിലും കമ്പയർ ചെയ്യാത്തത്. കൃത്യമായ കണക്കുകൂട്ടലുകൾ ഇല്ലെങ്കിൽ ചിലവിനും അടവിനും ഒരു കൃത്യനിഷ്ഠതയും ഇല്ലാതെയാവും. തെറ്റായ ലോൺ എക്സ്പയറി തിരഞ്ഞെടുക്കുന്നത്. ലോൺ അടയ്ക്കാനുള്ള സാവകാശ സമയം നമ്മൾ പ്രോപ്പർ പ്ലാനിംഗ് ഇല്ലാതെ ചൂസ് ചെയ്താൽ പൈസയ്ക്ക് ഒരു സ്റ്റെബിലിറ്റി ഉണ്ടാവില്ല. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് ഫൈൻ ഡോക്യുമെന്റ്സ് ക്രോസ് ചെക്ക് ചെയ്യാതെ ഒപ്പിടൽ. ഒരു തവണ തെറ്റിയാലും അതിന്റെ പിൻവിളവുകൾ അറിയാതെ ഇരിക്കുന്നത് കുരുക്കിലെത്തിക്കാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഡോക്യുമെന്റുകൾ തയ്യാറാകാതെ അപേക്ഷിക്കുക, ഇൻഷുറൻസ് ഇല്ലാതിരിക്കുക. സോ ഇത്രയും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ഒരു ഹോം ലോൺ എടുക്കുമ്പോൾ കുറച്ചുകൂടെ ക്ലാരിറ്റി ഉണ്ടാകും. ഇതുപോലുള്ള ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്സ് കാണുന്നതിനായി ഇപ്പോൾ തന്നെ പേജ് ഫോളോ ചെയ്തോളൂ.